ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. മണിക്കടവ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങിയപ്പോൾ അല്പം വൈകി. വീട്ടിൽ ചെന്നിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. വേഗം ബാഗുമായി ഇറങ്ങി കാറിൽ കയറി സ്കൂൾ ലക്ഷ്യമാക്കി ഓടിച്ചു. സ്കൂൾ എത്തി കാർ പുറത്തു വെച്ച് അകത്തേക്ക് നടന്നു. സ്കൂളിന്റെ അകത്തേക്ക് കാർ കൊണ്ടുപോകാറില്ല. ഗേറ്റിന്റെ അടുത്തൊരു മാവുണ്ട്, അതിന്റെ ചുവട്ടിൽ വെക്കും. അകത്ത് വെച്ചാൽ കുട്ടികൾ ബോൾ കളിക്കുമ്പോൾ ചില്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. മണിക്കടവ് സ്കൂൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അധ്യാപിക വിസ്മയ ടീച്ചർ യു.പി. സ്കൂൾ അധ്യാപികയായി തുടക്കം കുറിച്ചത് അവിടെയാണ്. ടീച്ചർ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾ ആയിട്ടേ ഉള്ളൂ. ഞാൻ അവിടുത്തെ ഹിന്ദി അധ്യാപകനാണ്. സ്കൂളിൽ ചെന്നപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ വണ്ടി ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. എന്നെ കണ്ടതും അവർ വേഗം എന്റെ അടുത്തേക്ക് നടന്നു. സാർ, അധ്യാപിക വിസ്മയെക്കുറിച്ച് 2 വാക്ക്. അവളെ സൂക്ഷിച്ചു നോക്കി, പിന്നെ പറഞ്ഞു, നല്ല അഭിപ്രായം. വേറെ എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചു നിന്നെങ്കിലും അതുണ്ടായില്ല. ഞാനൊന്ന് തലയാട്ടി, മതി എന്ന മട്ടിൽ. പിന്നെ അവിടെ നിന്ന് സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോഴുണ്ട് വിസ്മയ ടീച്ചർ അവിടെ ഇരിക്കുന്നു. ആ, ടീച്ചർ ഇവിടെ ഇരിക്കുകയായിരുന്നോ? പുറത്തും മീഡിയ ടീച്ചറെ നോക്കി നിൽപ്പുണ്ട്. കണ്ടു മാഷെ, എന്റെ ബൈറ്റ്സ് എടുത്തു പോയതേ ഉള്ളൂ. പിന്നെ എന്താണ് സന്തോഷമില്ലാത്തത്? ഒന്നുമില്ല മാഷെ. ടീച്ചർ പുഞ്ചിരിച്ചു, പക്ഷെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടുന്നുണ്ട്. എന്ത് പറ്റി ടീച്ചറെ? ഒന്നുമില്ല. മീഡിയ വന്നതുകൊണ്ടാണോ? ഞാൻ എല്ലാവരെയും പോലെ ഒന്നാണെന്ന് പറഞ്ഞിട്ട് അതല്ല എന്ന് കാണിക്കാനല്ലേ മാഷെ അവർ എന്നെ തേടി വന്നത്? ഞാൻ അവരെ നോക്കി. അവർ കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. അത് പിന്നെ ടീച്ചറെ, ടീച്ചറുടെ നേട്ടങ്ങൾ മറ്റു പലർക്കും ഒരു പ്രചോദനമായാലോ എന്ന് കരുതിയാകും. അവർ ഒന്നും മിണ്ടിയില്ല. മണിക്കടവ് LP സ്കൂൾ UP സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. LP സ്കൂളിന്റെ കായിക ദിനമാണ് ഇന്ന്. സൗകര്യം അവിടെ കുറവായതുകൊണ്ട് UP സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UP സ്കൂളിന് അവധിയാണ്. 100 മീറ്റർ ഓട്ട മത്സരം കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് 200 മീറ്റർ മത്സരമാണ്. വിസ്മയ ടീച്ചർ അതെല്ലാം കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് സ്കൂളിന്റെ വരാന്തയിൽ ഒരു കുട്ടി ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. അവൻ ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്. ടീച്ചർ മെല്ലെ അവന്റെ അടുത്തിരുന്നു. മോന്റെ പേരെന്താണ്? ടീച്ചർ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു എക്ലെയർ മിഠായി അവന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. സിനാൻ, അവൻ മെല്ലെ പറഞ്ഞു. മോൻ ഒന്നിനും പങ്കെടുക്കുന്നില്ലേ? അവൻ ഇല്ല എന്ന് തലയാട്ടി. അതെന്താ? അവൻ ടീച്ചറെ തുറിച്ചു നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. എനിക്ക് പറ്റൂല. അവന്റെ ഉള്ളിലെ സങ്കടം കരച്ചിലായി മാറി. ടീച്ചർ അപ്പോഴാണ് അവന്റെ കാല് ശ്രദ്ധിച്ചത്. ഒരു കാലിൽ വലിയ ചെരുപ്പ്, ഒരു കാലിന് നീളം കുറവാണ് ആ കുട്ടിക്ക്. അവർ അവനെ ചേർത്ത് പിടിച്ചു. ഇതിനാണോ കരയുന്നേ? അവരുടെ കൂടെ ഓടണം, എന്നിട്ട് ജയിക്കണം. ഞാൻ എങ്ങനെയാണ് ഓടുക ടീച്ചറെ? അതൊക്കെയുണ്ട്, ടീച്ചർ പറയാം. അവർ എഴുന്നേറ്റു. ഹെഡ് മാഷിന്റെ അടുത്തേക്ക് പോയി. തിരിച്ചിറങ്ങിയപ്പോൾ ടീച്ചറുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ടീച്ചർ മൈക്കിന്റെ അടുത്ത് ചെന്ന് അതിൽ മെല്ലെ കൊട്ടി. ഹലോ ഹലോ ഹലോ. ഒരു പുതിയ ഓട്ട മത്സരം കൂടി ഇവിടെ നടക്കുന്നതാണ്. അതിന്റെ പേര് കണക്കോട്ടം എന്നാണ്. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് ഒരു കണക്ക് തരും. അതിന്റെ ശരിയായ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് അതുമായി ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നവർ ആയിരിക്കും വിജയിക്കുക. ഓർക്കുക, കണക്ക് ശരിയാണെങ്കിൽ മാത്രമേ ജയിച്ചതായി കണക്കാക്കൂ. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പേര്: 100 മീറ്റർ ഓട്ടത്തിൽ ജയിച്ച സന്ദീപ്, രാകേഷ്, പിന്നെ ആകാശ്, റിയാസ്, നന്ദു കൃഷ്ണ, സിനാൻ. ഉടൻ തന്നെ റെഡി ആവേണ്ടതാണ്. എല്ലാവർക്കും അത്ഭുതമായി. കാലിന് സുഖമില്ലാത്ത സിനാൻ എങ്ങനെ ഓടുമെന്ന്. അങ്ങനെ മത്സരം ആരംഭിക്കാൻ സമയമായി. വിസിൽ മുഴങ്ങി. എല്ലാവർക്കും ചോദ്യം കൊടുത്തു. 1 മിനിറ്റ് വേണ്ടി വന്നില്ല സിനാന് കണക്ക് ചെയ്തു തീർക്കാൻ. കാരണം അവന്റെ ഇഷ്ടവിഷയം കണക്കായിരുന്നു. അവൻ ഉത്തരം കിട്ടിയ പേപ്പർ പൊക്കി കാണിച്ചുകൊണ്ട് ഫിനിഷ് ലൈൻ ലക്ഷ്യമാക്കി ഓടി. ആരും പുറകിൽ ഇല്ലായിരുന്നിട്ട് കൂടെ അവൻ ഓട്ടമായിരുന്നു. അതിനിടയ്ക്ക് 2 തവണ വീഴാൻ പോലും പോയി. അവസാനം അവൻ ഫിനിഷിംഗ് ലൈനിൽ എത്തി. കുട്ടികൾ, അധ്യാപകർ എല്ലാം കൈയടിച്ചു. ആദ്യം കരഞ്ഞത് അവനാണോ വിസ്മയ ടീച്ചറാണോ എന്നറിയില്ല. പക്ഷെ ജയത്തിൽ 2 പേരും കരഞ്ഞു. അത് കഴിഞ്ഞുള്ള ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ടീച്ചർ തനിച്ചാണ്. ഞാൻ ടീച്ചറുടെ അടുത്ത് ചെന്നിരുന്നു. ടീച്ചർ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്താണ് വിശേഷം? വീട്ടിൽ പോകുന്നില്ലേ? അവർ പുഞ്ചിരിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി. വീട്ടിൽ പോകാറില്ലേ? ഞാൻ വീണ്ടും ചോദിച്ചു. ഇല്ല. അതെന്താ? ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് മാഷെ. ഒരു അനിയത്തിയല്ലേ? അവളുടെ വിവാഹം ഞാൻ ഉണ്ടെങ്കിൽ നടക്കില്ല. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവരെ കാണാൻ തോന്നാറില്ലേ? പെട്ടെന്ന് അവളുടെ മുഖത്ത് കണ്ണീർ മേഘങ്ങൾ രൂപപ്പെട്ടു. മുഖം ഇരുണ്ടു. അത് പിന്നെ ഇല്ലാതിരിക്കുമോ മാഷെ? പക്ഷെ ഞാൻ കാരണം തല കുഞ്ഞിരിക്കുക എന്നാണ് പറയുന്നത്.
എനിക്കും അറിയാം അതിൽ സത്യമുണ്ടെന്ന്. ആളുകൾ അച്ഛനെ കളിയാക്കുന്നത് ഞാൻ കണ്ട് അവൾക്ക് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. കരച്ചിൽ വാക്കുകളെ മൂടി. ഞാൻ അവളുടെ കൈ പിടിച്ചു. "ഡോ കരയല്ലേടോ." ഞാൻ ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. അവൾ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. "സോറി മാഷെ, പെട്ടെന്ന് ഞാൻ അറിയാതെ." "അതൊന്നും കുഴപ്പമില്ലടോ, എനിക്ക് ക്ലാസ് ഉണ്ട്, പോട്ടെ." അവൾ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ദിവസങ്ങൾ കൂടുന്തോറും ഞങ്ങൾ കൂടുതൽ അടുത്തു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഞാൻ ടീച്ചറെയും കൂട്ടി. കാറിലാണ് യാത്ര. യാത്ര തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ വിസ്മയ ടീച്ചറെ നോക്കി. ആരെയും ത്രസിപ്പിക്കുന്ന സൗന്ദര്യമാണ് അവർക്ക്. ഞാൻ ടീച്ചറെ ഇടയ്ക്ക് നോക്കുന്നത് കണ്ടപ്പോൾ ടീച്ചർ എന്നെ നോക്കി. "എന്താ മാഷെ?" "അല്ല, ടീച്ചർ നല്ല സുന്ദരിയാണ്." "താങ്ക്സ്." "ടീച്ചർ ഇന്ന് വീട്ടിലേക്ക് വരുന്നോ? നമുക്ക് കഥയും കവിതയുമായി അവിടെ ആവാം." "ഇല്ല മാഷെ." "അതെ മാഷെ, കുറച്ചായി ശ്രദ്ധിക്കുന്നു. മാഷിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ?" "അങ്ങനെ ചോദിച്ചാൽ സത്യം പറയണോ കളവ് പറയണോ?" "സത്യം മതി. ഒരു കുഞ്ഞു ആഗ്രഹമുണ്ട്." ഞാൻ ടീച്ചറുടെ ദേഹത്ത് കണ്ണുകൾ കൊണ്ട് ഉരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. കുറച്ചു സമയം കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ കണ്ണുകൾ തുറന്നു പറഞ്ഞു. "മാഷെ, ഇവിടെ വണ്ടി ഒന്ന് നിർത്താമോ?" ഞാൻ മെല്ലെ വണ്ടി നിർത്തി. അവൾ കാറിൽ നിന്നിറങ്ങി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിയിരുന്നു. ഞാൻ കുറച്ചു നിമിഷം അങ്ങനെ അവളെ നോക്കിയിരുന്നു. എന്റെ മാന്യതയുടെ മുഖം മൂടി അവൾ വലിച്ചു കീറി കളയുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്നോട് മിണ്ടാതാവുകയും ചെയ്തു. ഞാനും അവളെ കാണുമ്പോൾ ഒഴുകി മാറി നടക്കാൻ തുടങ്ങി. അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കാൻ ഞാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷെ കുട്ടികൾക്ക് അവരെ എല്ലാവരെക്കാളും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്കൂൾ വാർഷികം വന്നു. പകലും രാത്രിയുമാണ് പരിപാടികൾ. ആ ദിവസം രാത്രി ഞാൻ മോഹിനിയാട്ടം ചെയ്യുന്ന പെൺകുട്ടിയെയും കൊണ്ട് ഞാൻ ഒഴിഞ്ഞൊരു ക്ലാസ് റൂമിലേക്ക് കയറി. ഇതൊക്കെ ഇടയ്ക്ക് പതിവുള്ളതാണ്. റൂമിൽ കയറി വാതിൽ അടച്ച് കുറച്ചു സമയമായി കാണും. ആരോ വാതിൽ മുട്ടി. ഞാൻ ചെറിയ ഭയത്തോടെ വാതിൽ തുറന്നപ്പോൾ വിസ്മയ ടീച്ചർ. "മാഷിന്റെ കൂടെ വന്ന പെൺകുട്ടി എവിടെ?" അവർ ദേഷ്യത്തോടെ ചോദിച്ചു. "ആര്?" അവർ എന്നെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. അവിടെ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവർ എന്നെ നോക്കി, എന്റെ മുഖം നോക്കി. ഒറ്റയടി. പെണ്ണിന്റെ കൈയുടെ ബലമല്ല, ആണിന്റെ കൈയുടെ ചൂട് ഞാൻ അറിഞ്ഞു. കാര്യങ്ങൾ പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മെല്ലെ പുറത്തിറങ്ങി. പിന്നെ വാതിൽ പുറത്തു നിന്നും അടച്ചു. അപ്പോഴാണ് PTA പ്രസിഡന്റ് സുകുമാരൻ ചേട്ടനും 3-4 പേരും അങ്ങോട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. "ഒന്ന് ഓടി വാ." ഞാൻ അവരെ നോക്കി ഉറക്കെ വിളിച്ചു കൂവി. "എന്താ മാഷെ?" "ഞാൻ പറഞ്ഞതല്ലേ ഇവരെ ഒന്നും വിശ്വസിക്കരുതെന്ന്." "അതിനിപ്പോ എന്താ ഉണ്ടായേ?" "തുണി ചുറ്റിയാൽ പെണ്ണാകില്ല, ഉള്ളിൽ ആണ് തന്നെയാണ്." "നിങ്ങൾ കാര്യം പറ." കൂടെയുള്ള മുനീർ പറഞ്ഞു. "ഒരു പെൺകുട്ടിയെ അവൻ ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി." "അവനോ? ആര്?" "നിങ്ങളുടെ വിസ്മയ ടീച്ചർ." അത് കേട്ടതും ആളുകൾ സ്തബ്ധരായി നിന്നുപോയി. ആരോ വാതിൽ തുറന്നു. അപ്പോഴാണ് ടീച്ചർ പേടിയോടെ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ഞാൻ കയറി അകത്തേക്ക് നോക്കി. പെൺകുട്ടി അവിടെ കിടപ്പുണ്ട്. "കുട്ടി അകത്തുണ്ട്." ഞാൻ ഉറക്കെ പറഞ്ഞു. അപ്പോഴേക്കും 2 പേർ ഓടിക്കയറി. അതിൽ ഒരാൾ ടീച്ചറെ ചവിട്ടി വീഴ്ത്തി. "ഞാൻ ഒന്നും ചെയ്തില്ല." ടീച്ചർ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും സുകുമാരൻ ചേട്ടൻ അങ്ങോട്ട് വന്നു. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. "തല്ലല്ലേ, ഓള് പറയട്ടെ." "എന്തിന്? എല്ലാം കണ്ടതല്ലേ, ആണും പെണ്ണും കെട്ട ജാതി." കൂടെയുള്ള ഒരാൾ അവളെ പിടിച്ച് നിലത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ള ആളുകൾ കൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. "ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല" എന്ന ശബ്ദം നേർത്തു വന്നു. ഞാൻ അതിനിടയ്ക്ക് മെല്ലെ ആ കുട്ടിയുടെ അടുത്തെത്തി. അവളുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. മരണം ഉറപ്പാക്കിയ ശേഷം അവളെ എടുത്ത് പുറത്തേക്ക് നടന്നു. ആൾക്കൂട്ടം അപ്പോഴേക്കും അവരുടെ നീതി നടപ്പാക്കി കഴിഞ്ഞിരുന്നു. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. ഞാൻ വിവാഹം കഴിച്ചു. എനിക്കൊരു മകനാണ്. 10 വയസ്സ് കഴിഞ്ഞതു മുതൽ അത് കൂടുതൽ പ്രകടമായി. അവന്റെ ശരീരം പുരുഷന്റെ ആണെങ്കിലും മനസ്സ് സ്ത്രീയുടെ ആയിരുന്നു. "വിഷ്ണു." ഞാൻ മകനെ അന്വേഷിച്ച് അവന്റെ റൂമിലേക്ക് കയറിയപ്പോൾ അവൻ കണ്ണാടി നോക്കി എന്തോ ചെയ്യുകയാണ്. "വിഷ്ണു." ഞാൻ ഒരിക്കൽ കൂടെ അവനെ വിളിച്ചു. അവൻ മെല്ലെ തിരിഞ്ഞു നിന്നു. ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ. അവൻ എന്നെ കണ്ടതും പുറത്തേക്ക് ഓടി. ഞാൻ നിർവികാരതയോടെ അങ്ങനെ കുറച്ചു നിമിഷം നിന്നു. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. കണ്ണാടിയിൽ എന്റെ ബിംബത്തിന് പകരം മറ്റൊരു മുഖം തെളിഞ്ഞു വന്നു. അവളുടെ മുഖം. ആ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇത് കാലത്തിന്റെ നീതിയോ അതോ ദൈവത്തിന്റെ കുസൃതിയോ?